പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് മുൻ WWE സൂപ്പർ സ്റ്റാർ ആയിരുന്ന സാഷ ബാങ്ക്സ് AEWയിൽ ഡെബ്യൂ ചെയ്തിരിക്കുന്നു. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ സാഷ ബാങ്ക്സ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന മെഴ്സിഡീസ് മണി എന്ന് പറയുന്ന റിംഗ് നെയിമിലൂടെ അതേ ഒരു ക്യാരക്ടറിലൂടെയാണ് AEWയിൽ ഇപ്പോൾ ഡെബ്യൂ ചെയ്തിരിക്കുന്നത്. ഇന്ന് നടന്ന ഡൈനാമൈറ്റിൻ്റെ ബിഗ് ബിസിനസ് എന്ന് പറയുന്ന സ്പെഷ്യൽ വീക്ക്ലി എപ്പിസോഡിലാണ് സാഷ ബാങ്ക്സിൻ്റെ AEWന് വേണ്ടിയിട്ടുള്ള ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു സെഗ്മെൻറ്റ് നമുക്ക് സാഷ ബാങ്ക്സിൻ്റെ ഡെബ്യൂവിൻ്റെ ഭാഗമായി കാണാൻ സാധിച്ചു. ആ ഒരു സെഗ്മെൻറ്റിൽ ഫാൻസ് സാഷ ബാങ്ക്സിനെ സപ്പോർട്ട് ചെയ്തതിനെ സംബന്ധിച്ചാണ് സാഷ ബാങ്ക്സ് പറയുന്നത്. കൂടാതെ എന്തുകൊണ്ട് AEWയിലേക്ക് താൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ റെസ്ലിംഗ് ആണ് തനിക്ക് എല്ലാം, അതുകൊണ്ട് AEW താൻ ചൂസ് ചെയ്തു. കഴിഞ്ഞ 2 വർഷം തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. കൂടാതെ AEWയിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം വില്ലോ നൈറ്റിംഗേൽ എന്ന് പറയുന്ന റെസ്ലറുമായിട്ടുള്ള ആ ഒരു ബിസിനസ് ഫിനിഷ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അതായത് വില്ലോ നൈറ്റിംഗേൽ എന്ന് പറയുന്ന റെസ്ലറിനെ നേരിടുന്നതിൻ്റെ ഇടയിലാണ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ വെച്ച് സാഷ ബാങ്ക്സിന് അഥവാ മെഴ്സിഡീസ് മണിക്ക് ഇഞ്ചുറി പറ്റുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറി ഫിനിഷ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് സാഷ ബാങ്ക്സിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് AEWൻ്റെ ഏറ്റവും അവസാനത്തെ മാച്ച് വില്ലോ നൈറ്റിംഗേലും റിഹോയും തമ്മിലുള്ള മത്സരമായിരുന്നു. ആ ഒരു മത്സരത്തിൻ്റെ അവസാനം വില്ലോ നൈറ്റിംഗേലിനെ ജൂലിയ ഹാർട്ടും സ്കൈ ബ്ലൂവും കൂടി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സാഷ ബാങ്ക്സ് വന്ന് സഹായിക്കുന്നുണ്ട്. അവസാനം വില്ലോ നൈറ്റിംഗേൽ സാഷ ബാങ്ക്സിൻ്റെ കൈ പിടിച്ച് ഉയർത്തി നിൽക്കുന്നതും പിന്നീട് ക്രൗഡിൻ്റെ അടുത്ത് പോയി സാഷ ബാങ്ക്സ് സെലിബ്രേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ബിഗ് ബിസിനസ് എന്ന് പറയുന്ന വീക്ക്ലി എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഡെബ്യൂ തന്നെയാണ് CEO എന്ന ഒരു നിക് നെയിമിലൂടെ ഇനി AEWയിൽ അറിയപ്പെടാൻ പോകുന്ന മെഴ്സിഡീസ് മണിയുടെ ഒരു ഡെബ്യൂ അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു പ്രതീക്ഷ ഈ ഒരു ഡെബ്യൂവിന് പിറകിലൂടെ സാഷ ബാങ്ക്സിലേക്ക് എത്തുന്നുണ്ട്. സാഷ ബാങ്ക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബെയ്ലി എന്ന WWE സൂപ്പർ സ്റ്റാർ AEW ഡൈനാമൈറ്റ് കാണാൻ വേണ്ടി ലൈവായി അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് TVയിലൊന്നും ബെയ്ലിയെ കാണാൻ സാധിച്ചില്ല. ക്രൗഡ് എടുത്ത ഫോട്ടോയിൽ നിന്നാണ് ബെയ്ലി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. എന്തായാലും സാഷ ബാങ്ക്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇനി വരുന്ന ആഴ്ചകളിലൂടെ പുറത്തേക്ക് വരാൻ സാധ്യത. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.